നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ടാബു, ഇൻഡസ്ട്രിയുടെ ടാബു എന്നൊക്കെ പറയുന്നത്. ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഇത് പരിപൂർണമായും പരാജയപ്പെടും എന്ന് പ്രവചിച്ചവരാണ് അന്നത്തെ സിനിമയിലെ കച്ചവട രീതികളുടെ മൽപ്പാന്മാരെല്ലാവരും തന്നെ. കാരണം അധ്യാപികയെ വിദ്യാർത്ഥി പ്രണയിക്കുക എന്ന് പറയുന്നത് മഹാപരാധമായിട്ടാണ് അന്നത്തെ ഒരു വിഭാഗം ആളുകൾ കണ്ടത്. കഴിഞ്ഞ 1 വർഷമോ 2 വർഷം മുമ്പ് ഞാൻ കേരളവർമ്മ കോളേജിൽ തൃശ്ശൂർ അവിടെ ഒരു ഫൗണ്ടേഴ്സ് ഡേക്ക് ഒരു പ്രഭാഷണത്തിന് പോയിരുന്നു. അവിടെ വെച്ച് അവിടുത്തെ പ്രിൻസിപ്പൾ റിട്ടയർ ചെയ്ത ഏതാനും മാസങ്ങൾ മാത്രം കഴിഞ്ഞൊരു അധ്യാപിക എനിക്ക് പരിചയപ്പെടുത്തി. അധ്യാപിക വന്നിട്ട് എന്നോട് നമസ്കരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത്, ഞാൻ അങ്ങയുടെ ഒരു കഥാപാത്രമാണെന്ന്. ചാമരത്തിലെ ഹിന്ദുവാണ് ഞാൻ, കാരണം ഞാൻ വിവാഹം ചെയ്തത് ഞാൻ പഠിപ്പിച്ചിരുന്ന എൻ്റെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹം അന്നത്തെ ദിവസം എവിടെയോ പോയിരുന്നത് കൊണ്ട് അദ്ദേഹം അപ്പോഴും അവിടുത്തെ സർവീസിലുണ്ട്. അവരെ എനിക്ക് ഒരുമിച്ച് കാണാൻ കഴിഞ്ഞില്ല. കാരണം നമ്മളിപ്പോൾ തോൽക്കാതെ 1 വർഷവും നഷ്ടപ്പെടുത്താതെ പഠിക്കുന്ന ഒരു അധ്യാപിക അവരുടെ പിൽക്കാല ജീവിതത്തിലൂടെ സഞ്ചരിച്ച് വന്നാൽ അവർക്ക് ഒരു 21-22 വയസ്സാകുമ്പോൾ അധ്യാപികയാകാൻ പറ്റും. 2 വർഷം തോറ്റ് കഴിഞ്ഞവനാണ് വിദ്യാർത്ഥിയെങ്കിൽ അധ്യാപികയേക്കാൾ പ്രായം കൊണ്ട് മൂത്തതായിരിക്കും. പക്ഷേ അധ്യാപികയും വിദ്യാർത്ഥിയും എന്ന് പറയുന്ന അകലം അവർക്കിടയിലുണ്ടാകും. പിന്നെ ചാമരം നമ്മൾ എഴുതുന്ന കാലഘട്ടത്തിൽ നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്ന അധ്യാപിക വിദ്യാർത്ഥി സ്ഥിരം എന്ന് പറയുന്നത് അന്ന് ഈ MA പാസ്സായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ടെമ്പററി വേക്കൻസീസ് വരുമ്പോൾ 3 മാസത്തേക്കൊക്കെ താൽക്കാലികമായ നിയമനം കോളേജുകളിൽ കിട്ടുമായിരുന്നു. അങ്ങനെ താൽക്കാലിക നിയമനത്തിന് വേണ്ടി വരുന്ന അധ്യാപികമാർ ഞങ്ങളെക്കാൾ 6 മാസം മുമ്പ് അതേ ക്യാമ്പസിൽ തൊട്ടടുത്ത ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്, ഒരു ഉയർന്ന ക്ലാസ്സിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹപാഠികളെപ്പോലെ അടുത്ത് ഇടപഴകുവാനുള്ള സ്വാതന്ത്ര്യമുള്ളവരാണ്. അവരുടെ ഒഫീഷ്യൽ ആവണം മാത്രം അധ്യാപികയുടേതും നമ്മുടേത് വിദ്യാർത്ഥിയുടേതുമാകുന്നത് മാത്രമല്ല. പക്ഷേ ആ പ്രായം നമ്മുടെ മനസ്സിൽ അങ്കുരിപ്പിക്കുന്ന വികാരങ്ങൾക്ക് ഈ പറയുന്ന ലാവണം ഒരിക്കലും തടസ്സമല്ലായിരുന്നു. ആ രീതിയിലാണ് നമ്മൾ അതിനെ കൺസീവ് ചെയ്തത്. ആ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള എല്ലാ വഴിമാറി സഞ്ചരിക്കുന്നതിനെയും തികച്ചും സാമ്പ്രദായിക രീതിയിൽ സംശയത്തോടെയും സന്ദേഹത്തോടെയും ഏതാണ്ട് പരാജയ ഭീതിയോടെയും തന്നെയാണ് നോക്കി ആളുകൾ കണ്ടിരുന്നത്. 78 വയസ്സ് പ്രായമുള്ള കൊട്ടാരക്കര ശ്രീധരനായരുടെ കാമുകിയായി, ഭാര്യയായി, അന്ന് 20-21 വയസ്സ് പ്രായമുള്ള ലക്ഷ്മിയെ കാസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഭരതൻ കടന്നു വരുന്നത്. അങ്ങനെയുള്ളൊരു ദാമ്പത്യത്തിൻ്റെ എല്ലാ തകർച്ചകളും നിരാശതകളും അവളുടെ മനസ്സിൽ മുറിപ്പാടുകൾ തീർക്കുമ്പോൾ അവൾ ഏതാണ്ട് അവൾക്ക് അനുയോജ്യമായ പ്രായത്തിലുള്ളൊരു ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോൾ അയാളിലേക്ക് മനസ്സിൻ്റെ വികാരങ്ങളെ പടർത്തുകയും അവരൊരുമിച്ച് അവിടെ നിലോപ്പ് ചെയ്ത് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അന്നത്തെ സാമ്പ്രദായിക കഥാസങ്കല്പത്തിന് നിരക്കാത്ത ഒന്നാണ്. പക്ഷേ ആ ചിത്രം ഇവിടുത്തെ ജനങ്ങൾ കണ്ടു. ചാമരം പരാജയപ്പെടും എന്ന് സന്ദേഹമുണർത്തിയവരെ അമ്പരപ്പിച്ചുകൊണ്ട് 10-75 ദിവസം കേരളത്തിലെ നിറഞ്ഞ സദസ്സുകളിൽ കുടുംബങ്ങൾ തന്നെയാണ് ആ ചിത്രം കണ്ടത്. മോഹൻ്റെ ആദ്യത്തെ ചിത്രം 2 പെൺകുട്ടികൾ തമ്മിലുള്ള ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പിനെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കാലഘട്ടത്തിൽ പ്രമേയമാക്കിക്കൊണ്ട് സിനിമ നിർമ്മിക്കുകയും ആ സിനിമ ഇവിടുത്തെ കുടുംബ സദസ്സുകൾ യാതൊരു വിധത്തിലുള്ള അലോസരവും അനുഭവപ്പെടാതെ നിറഞ്ഞ ഹൃദയത്തോടെ ആസ്വദിച്ച് 19 ദിവസം കളിക്കുകയും ചെയ്യാമെന്ന് പറയുന്നത് നമ്മുടെ മലയാളക്കരയിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഈ പുതിയ ജനറേഷൻ അത്ഭുതങ്ങൾ കാണിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും ധീരമായ പരീക്ഷണങ്ങൾ അവരിനി എന്നാണ് കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉത്കണ്ഠയോടും പ്രതീക്ഷയോടും കൂടെ നോക്കിക്കാണുന്നത്. മനസ്സുകൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വളരെ ഹാർമോണിയസ് ആയിട്ട് ഒത്തുപോയി എന്നുള്ളത് തന്നെയാണ്. കാരണം ഭരതനെ ഒരുപക്ഷെ കാരണം ഭരതൻ ഒരു കാലഘട്ടത്തിൽ ഉറൂബിൻ്റെ തിരക്കഥകൾ ചെയ്തിട്ടുണ്ട്. പത്മനാഭൻ്റെ തിരക്കഥയിൽ തുടങ്ങിയെങ്കിലും ഇടയ്ക്കൊരു കാലഘട്ടത്തിൽ ഉറൂബിൻ്റെ, തോപ്പിൽവാസിയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗോവിന്ദൻകുട്ടി ആശാൻ്റെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പത്മരാജനിലേക്ക് വീണ്ടും അദ്ദേഹം നിലയുറപ്പിക്കുകയും അങ്ങനെ പത്മരാജനും ഭരതനും കൂടെ ഒരുമിച്ചൊരു യാത്ര തുടരുന്നതിൻ്റെ ഇടയിലാണ് ആകസ്മികമായിട്ട് ഞാൻ കടന്നു വരുന്നത്. ഭരതനും ഞാനും തമ്മിലുള്ള സൗഹൃദം ഭരതനിലെ ചിത്രകാരനോടുള്ള എൻ്റെ ഒരു ആഹ്ലാദപരമായ അഭിനിവേശമാണ്. ഒരിക്കലും സിനിമയുടെ ഒരു വഴിയിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് തികച്ചും ആകസ്മികമായിട്ടാണ്. ചാമരത്തെക്കുറിച്ചൊരു ആലോചന വന്നു കഴിഞ്ഞപ്പോൾ അത് ആരെഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഭരതൻ പറഞ്ഞു, ജോൺ എഴുതിയിട്ട്, ജോൺ വളരെ ഫ്രഷ് അല്ലേ ക്യാമ്പസിൽ നിന്ന്. അത്ര പത്മനാഭൻ വളരെ തിരക്കിലുമാണ്, അയാൾക്ക് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എഴുതാൻ സമയം ഉണ്ടാവില്ല. അത് നിർമ്മാതാവിൻ്റെ സുഹൃത്തായിരുന്നു. ആ നിർമ്മാതാവിൻ്റെ അന്നത്തെ നിർമ്മാണ സംബന്ധമായ കാര്യങ്ങളുടെ ചുമതലകൾ ഏകോപിപ്പിച്ചിരുന്നത് ഇന്നത്തെ പ്രശസ്ത എഴുത്തുകാരൻ SN സ്വാമിയാണ്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ഏതാണ്ട് നിർബന്ധപൂർവമായ ശാഠ്യത്തിന് ആണ് ഞാൻ വഴങ്ങുന്നത്. അപ്പോൾ തിരക്കഥായ രചനയിൽ അതിനു മുമ്പ് എനിക്ക് മങ്കട രവിവർമ്മയോടൊപ്പം നടക്കാതെ പോയൊരു ഫിലിം പ്രൊജക്റ്റിന് വേണ്ടി എഴുതി എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഭരതനുമായിട്ട് ഒരുമിച്ചിരുന്നിരുന്ന് നമ്മൾ ഈ പറയുന്ന നമ്മുടെ അനുഭവങ്ങളും കഥയുടെ ചില അംശങ്ങളും ഒക്കെ കൂടി ചേർത്ത് ഒരു തിരക്കഥയുടെ വിധാനം ഉണ്ടാക്കുന്നതിൽ ഒരു ഗിവ് ആൻഡ് ടേക്കിലൂടെ ഉണ്ടായ ഒരു അനുഭവം വളരെ ആഹ്ലാദകരമായിരുന്നു. ആ ചിത്രത്തിൻ്റെ പണിപ്പുരയിൽ ഞാൻ നിൽക്കുമ്പോഴാണ് മോഹൻ്റെ ഒരു ചിത്രത്തിന് വേണ്ടി എന്നെ വിളിക്കുന്നത്, സേതുമാധവൻ്റെ ചിത്രത്തിന് വേണ്ടി വിളിക്കുന്നത്, ജെസിയുടെ ചിത്രത്തിന് വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഈ ഒരു ബിന്ദുവിൽ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന അതിൻ്റെ ചുറ്റുമുള്ളൊരു വൃത്തം തന്നെ ഉണ്ടായി വരുന്നത്. ചാമരം വളരെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. അതിന് ഏറ്റവും കൂടുതൽ ആഹ്ലാദപൂർവ്വം
ഞാനിപ്പോഴും ഓർക്കുന്നു അതിൻ്റെ ഒരു റഫ് കട്ട് കണ്ടിട്ട്. ഞാനന്ന് ബാങ്ക് ഉദ്യോഗസ്ഥനായതുകൊണ്ട് എനിക്ക് എപ്പോഴും ലീവ് എടുത്ത് വരാൻ വയ്യ, ഞാൻ എറണാകുളത്താണ്. അന്ന് പത്മരാജൻ മദ്രാശിയിലുണ്ട്. പത്മരാജൻ എൻ്റെ റഫ് കട്ട് കണ്ടതിന് ശേഷം ജോർജ് കിത്തുവിൻ്റെ അടുത്ത് ഇയാൾ നമുക്കൊരു ഭീഷണിയാവൂടോ എന്ന് ചോദിക്കുന്നത്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അന്ന് പത്മരാജൻ എന്ന് പറയുന്നത് പ്രേം നസീറിനും മധുവിനും ഉള്ളതിനേക്കാൾ കൂടുതൽ ബില്ലിംഗ് ഉള്ള മലയാളത്തിലെ സ്റ്റാർ റൈറ്ററാണ്. MT അത്ര സജീവമല്ല അന്ന രംഗത്ത്. ആ പത്മരാജൻ അങ്ങനെ തോന്നിയത് ക്യാമ്പസിലെ ലൈഫിനെ വളരെ സത്യസന്ധമായി, എന്നാൽ ഭരതൻ്റെ പിക്ചറൈസേഷനെ ചലഞ്ച് ചെയ്ത് പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ, ഇൻസ്പയർ ചെയ്യുന്ന വിധത്തിലുള്ള സീക്വൻസുകൾ അതിലുണ്ടായത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ആഹ്ലാദത്തിൽ നിന്നാണ്. അത് ഞങ്ങൾക്കിടയിലുള്ളൊരു പ്രതിപക്ഷ ബഹുമാനത്തെ ഒരുപാട് ഊട്ടി വളർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തുടക്കം കിട്ടിയെന്ന് പറയുന്നതും, അതിനുശേഷം കുറച്ച് നാൾ ഞാനും ഭരതനും തമ്മിൽ ചിത്രങ്ങളിലൊന്നും സഹകരിച്ചിരുന്നില്ല. സൗഹൃദം തുടർന്നിരുന്നു. എനിക്ക് എപ്പോഴും വിളിക്കുമ്പോഴൊക്കെ ലീവ് എടുത്ത് വരാൻ പറ്റാത്ത ഒരുപാട് പരാധീനതകളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭരതൻ മറ്റൊരു ചിത്രത്തിന് വേണ്ടിയുള്ള പണിപ്പുരയിൽ എന്നോട് ലൊക്കേഷൻ കാണാനൊന്ന് കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭരതൻ എറണാകുളത്ത് വരുമ്പോഴൊക്കെ ഏത് സിനിമയുടെ ആവശ്യത്തിന് വന്നാലും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ഭരതൻ്റെ ചിത്രരചനയെക്കുറിച്ച് പറയും. അരവിന്ദൻ ഞങ്ങളുടെ പൊതു സുഹൃത്താണ്, കാനായി കുഞ്ഞിരാമൻ പൊതു സുഹൃത്താണ്. അങ്ങനെയുള്ള ചിത്രകലയും ശില്പകലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഞങ്ങൾ കൂടുതൽ പരസ്പരം ആശ്ലേഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭരതൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നെടുമുടി വേണു പറഞ്ഞ ഒരു കഥയെ ബേസ് ചെയ്തിട്ട് വിജയൻ കരോട്ട് എഴുതാനിരുന്നൊരു പടത്തിൻ്റെ ലൊക്കേഷനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കേട്ട മാത്രമല്ല എൻ്റെ മനസ്സിൽ മാട്ടുപ്പെട്ടി എന്ന് പറയുന്ന ഒരു മൂന്നാറിന് അപ്പുറത്തുള്ള ഒരു എസ്റ്റേറ്റ് ഗ്രാമം വന്നു. ഞാൻ ഭരതനോട് പറഞ്ഞപ്പോൾ ഭരതനും ഞാനും വിജയൻ കരോട്ടും ഒക്കെ കൂടിയാണ് ലൊക്കേഷൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ കാണാൻ പോകുന്ന വഴിയിൽ ഭരതനും വിജയൻ കരോട്ടും ഞാനും കൂടെ സജീവമായിട്ട് അതിൻ്റെ ചർച്ചകൾ നടന്നിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഭരതൻ എന്നെ വിളിച്ചു, ജോൺ ഇന്ന് അത്യാവശ്യമായിട്ട് മദ്രാസിൽ വരണം. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു എനിക്ക് അത്ര പെട്ടെന്ന് ലീവ് എടുത്ത് വരാൻ പറ്റില്ല. അന്ന് ഞാൻ മറ്റന്നാൾ മദ്രാസിൽ എറണാകുളത്ത് വരുന്നുണ്ട്. എറണാകുളത്ത് വന്ന് നേരെ ബാങ്കിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു കൂടെ വരണം, ലീവ് എടുത്ത് കൊടുത്തിട്ട് വരണം. എന്താ സംഭവം, വിജയൻ കരോട്ടിൻ്റെ കമ്പനി പ്രൊഡക്ഷൻ ഏറ്റെടുത്തു, സ്ക്രിപ്റ്റ് തീർന്നിട്ടില്ല. വിജയൻ കരോട്ടിൻ്റെ സ്ക്രിപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്ഷൻ നോക്കണം. എന്നിട്ട് ജോൺ അത് ടേക്ക് ഓവർ ചെയ്യണം. വിജയനും വന്ന് നിർബന്ധിച്ചു. അങ്ങനെ അവിടെ നിന്ന് പോയി പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിംഗ് തുടങ്ങായിരുന്നു. അങ്ങനെയാണ് ഞാൻ അടുത്തൊരു പടം ഭരതൻ്റെ കൂടെ നിൽക്കുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുഹമ്മദ് ബാനിയുടെ കാട്ടുതീയെ ബേസ് ചെയ്തിട്ട് ഭരതൻ്റെ പടം ചെയ്യാനിരുന്നിരുന്നു, ആനത്ത് കുമാർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർക്ക് വേണ്ടി. അത് വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ചാട്ട ഒന്ന് പരാജയപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു വളരെ ഒട്ടും ഒരു എന്താ പറയുക കളർഫുള്ളല്ലാത്ത പശ്ചാത്തലത്തിൽ ഇരുണ്ട ജീവിതങ്ങളുടെ ഒരു കഥ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്ന എത്രത്തോളം ശുഭതർക്കമാകുമെന്നുള്ള ആശങ്ക വന്നപ്പോൾ ആ കഥ വേണ്ടെന്ന് വെക്കുകയും മാനിയുടെ തന്നെ ഒരു കഥ എടുത്തിട്ട് സിനിമയാക്കേണ്ട സാഹചര്യം വരികയും ചെയ്തു. അപ്പോൾ അത് ഈ മർമ്മരത്തിൻ്റെ തുടർച്ചയിൽ പെട്ടെന്ന് ഭരതൻ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് വർക്ക്. അങ്ങനെയാണ് പാളങ്ങളുണ്ടാകുന്നത്. പിന്നെ അവിടെ നിന്ന് അതൊരു എന്താ പറയുക, അപ്പോഴേക്കും പത്മരാജൻ സംവിധായകനായി മാറി. പത്മരാജന് വല്ലപ്പോഴും മാത്രമേ ഇനി മറ്റൊരാൾക്ക് കൊണ്ട് തിരക്കഥ എഴുതാൻ പറ്റൂ എന്ന് പറഞ്ഞ സാഹചര്യം വന്നു. സ്വാഭാവികമായിട്ടും മനസ്സുകൊണ്ട് എന്തും തുറന്നു പറയാവുന്ന രീതിയിലുള്ളൊരു അടുപ്പം ഞങ്ങൾക്കിടയിൽ അതിനകം ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത ഭരതനുമായിട്ട് ഇരിക്കുമ്പോൾ ഭരതൻ എന്താണ് ആവശ്യമെന്നുള്ളത് ഭരതൻ പറയാതെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ എനിക്ക് എവിടെയാണ് ഒരു ക്ലാരിറ്റി ആവശ്യമെന്നുള്ളത് ഞാൻ ചോദിക്കാതെ ഭരതന് പറയാൻ കഴിയുന്നു. ഞങ്ങളൊരുമിച്ച് ഭരതനുമായിട്ടുള്ള ഏത് ചിത്രങ്ങളുടെ പണിപ്പുരയിലിരുന്നാലും ലൊക്കേഷനിൽ പോയാലും ഞങ്ങൾ ഒരുമിച്ചൊരു മുറിയിലാണ് താമസിക്കുക. അങ്ങനെ താമസിക്കുമ്പോൾ ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെ ഭരതൻ എഴുന്നേറ്റിരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങുകയാണോ ഉണരുകയാണോ എന്ന് നോക്കിയിട്ട് ഞാൻ ഉണർന്നു എന്ന് കഴിഞ്ഞാൽ തലേ ദിവസം വൈകിട്ട് എപ്പോഴോ പറഞ്ഞു നിർത്തിയ ഒരു സീനിൽ എന്തോ ഒരു ശേഷം തോന്നിയത് പറയുമായിരുന്നു. അത് എന്തിൻ്റെയാണെന്ന് ഓർമ്മപ്പെടുത്താണ്ട് കൃത്യമായി അതിനോട് എനിക്ക് പ്രതിവചിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഒരു സ്വപ്നത്തിൻ്റെ പുറത്ത് അടയിരുന്ന് ഭ്രാന്തിൻ്റെ ഒരവസ്ഥയിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ റിയലൈസേഷനിലേക്ക് 2 ശരീരങ്ങൾ ഒരു തലച്ചോറ് പോലെ ഒരുമിച്ച് പറന്നെത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ പെയിനും അഗണിയും എക്സ്റ്റസിയും ഒരുമിച്ച് ഷെയർ ചെയ്ത് പോകണം. അത് ഏറ്റവും നല്ല അളവിൽ ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അതിനോട് ഏകദേശം സദൃശമെന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ആത്മൈക്യം മോഹൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടുണ്ട്, സേതുമാധവൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടുണ്ട്, ബാലമഹേന്ദ്രയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അനുഭവിച്ചു. മറ്റുള്ളവരുടെ കൂടെ അനുഭവിക്കാതെ പോയത് എൻ്റെ മനസ്സിൻ്റെ രസതന്ത്രത്തിൻ്റെ പരാധീനതയാകാം. ഭരതൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പോലും ചിലപ്പോൾ എൻ്റെ മനസ്സ് ഉണരാതെ പോയിട്ടുണ്ടാകാം, ഭരതൻ്റെ മനസ്സ് ഉണരാതെ പോയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഏറ്റവും കൂടുതൽ എൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ ഞാൻ ശണ്ട കൂടിയിട്ടുള്ളതും വഴക്കിട്ടിട്ടുള്ളതും ഭരതനുമായിട്ടാണ്. എന്നെ ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെടുത്തിയിട്ടുള്ളത് ഭരതനാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ നിറകയിൽ വാത്സല്യം കോരിച്ചെറിഞ്ഞിട്ടുള്ളതും ഭരതനാണ്. ഭരതൻ്റെ ഉള്ളിൽ ദേവനും അസുരനും ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ എന്നും ഉള്ളൊരു കൺസെപ്റ്റാണ്. അത് രണ്ടിൻ്റെയും തലോടൽ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് എന്തും പറയാവുന്ന. അപ്പോൾ ഭരതനും ലളിതയും തമ്മിൽ വഴക്കിട്ടാൽ പോലും രണ്ടുപേരും എൻ്റെ അടുത്ത് വന്ന ആ കാര്യം പറയാവുന്ന വിധത്തിലുള്ള സ്വാതന്ത്ര്യം എനിക്കവിടെ പതിച്ചു കിട്ടിയിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം അതൊരു എന്താ പറയുക ക്രിയാത്മകമായ പാന്താവിൽ ഏറ്റവും നല്ല ഒരു വീഴ്ചയ്ക്ക് സഹായകമായി എന്നുള്ളതാണ്. സാധാരണല്ല കരിയുടെ മണവും
എന്താ പറയുക, അതിൻ്റെ പുകയും ഫ്രെയിമിലുണ്ടാവണം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു എഞ്ചിൻ ഡ്രൈവറുടെ വീടാണ് നമ്മൾ അതിൻ്റെ മെയിൻ ലൊക്കേഷനായിട്ട് തിരഞ്ഞെടുത്തത്. അയാളുടെ വീട്ടിൽ അയാൾ നിലമ്പൂർ റൂട്ടിൽ വണ്ടി ഓടിക്കുന്ന ഗുഡ്സും കൊണ്ട് പോകുന്ന ആളാണ്. അപ്പോൾ അയാൾ പോകുന്ന സമയത്ത് അയാളുടെ വീടിൻ്റെ വാതിൽക്ക് അയാൾ നിർത്തും വണ്ടി. അപ്പോൾ വീട്ടിൽ നിന്ന് ഭാര്യ വന്നിട്ട് ഈ മതിലിൻ്റെ മുകളിൽ കൂടെ ചോറും പാത്രം എടുത്ത് കൊടുക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ അതേപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രെയിനും 4 കമ്പാർട്ട്മെൻറ്റും ഒരു 4-5 ദിവസം ഞങ്ങളുടെ അധീനതയിലുണ്ടായിരുന്നു. അപ്പോൾ ഗോപിയും വേണുവൊക്കെ ട്രെയിൻ ഓടിക്കാൻ പഠിച്ചു, കാരണം എഞ്ചിൻ ഡ്രൈവേഴ്സായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ആ കൽക്കരിയുടെ പുക, റെയിൽപാളത്തിലൂടെ ചക്രം ഉരുളുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ ഇരുമ്പിൻ്റെ ഉരസൽ, അതിൽ നിന്നുള്ള തീപ്പൊരികൾ, പിന്നെ ഈ ട്രെയിനിൻ്റെ ഒരു ചൂളം വിളി, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റായിരുന്നു ആ പടത്തിൻ്റെ സോളെന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് അതിൽ അന്നായതുകൊണ്ട് കഴിഞ്ഞു. ഇന്ന് സാധിക്കില്ല, കാരണം ഇന്ന് അത്രയും സ്വാതന്ത്ര്യം റെയിൽവേ അനുവദിച്ചു തരില്ല.